അടിപൊളിയാണ്, കാണാൻ പറ്റും. അടിപൊളിയാണ്. ആ മതി, അടിപൊളിയാണ്, നോക്കാൻ പറ്റും. ரஜினிகாந்த் ஃபேனானு, எங்க சரிக்கு தமிழ்நாடானு. நல்லா இருக்கு, பார்க்கலாம். நல்ல படம், என்ஜாயபிளா இருந்துச்சு, போர் அடிக்கல, பெருசா லாக் எதுவும் இல்ல, பார்க்கலாம். நல்ல படம், யூசுவலான லோகேஷ் ஃபிலிம் தான், என்ஜாயபிள், ஷூர். குட் தலைவர் ராக்ஸ், நைஸ், மாஸ் பெரிய സംഭവം ഉണ്ട്. നല്ല വലിയ ഭംഗിയായിട്ട് സംഭവം ഉണ്ട്, വലിയായിട്ട്. സൂപ്പർ. ആ ഒരു 10ക്ക് ഒരു 9 കൊടുക്കാം. പുള്ളിയുടെ ബാക്കിയുള്ള പടം വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയും വന്നില്ല, ഇപ്പോഴുള്ള ഡയറക്ഷൻ അതൊക്കെ വന്നില്ല. എല്ലാം കൂടി എല്ലാവരും കോംപ്ലിക്കേറ്റ് ചെയ്ത് തോന്നി, ഒരുമിച്ച് എല്ലാവരും കൊണ്ടുവന്നപ്പോൾ സ്റ്റോറി ഭയങ്കര കോംപ്ലിക്കേറ്റ് ആയിട്ട് തോന്നിയുള്ളൂ. കുറെ കോംപ്ലിക്കേഷൻസ് ആയിപ്പോയി, കുറെ ക്യാരക്ടേഴ്സും എല്ലാം കൂടി ആയപ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും കൊള്ളാം, നല്ല അടിപൊളിയായിരുന്നു, കണ്ടിരിക്കാം. എന്നെ സംബന്ധിച്ച് കൂട്ടത്തിൽ ഏറ്റവും ആവറേജ് ആയിട്ട് തോന്നണ പടം. ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ എല്ലാവരും അഭിനയം എല്ലാം അടിപൊളിയായിരുന്നു, എല്ലാം പ്രസന്റ് ചെയ്ത സംഭവം അടിപൊളിയാണ്. കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറെ കണക്ട് ചെയ്ത് വരാൻ സമയം എടുക്കുകയാണ്. എടുത്തു പറയാൻ BGM നല്ലതാണ്, രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സൗബിൻ നല്ല പെർഫോമൻസ് ആണ്, എല്ലാവരും തന്നെ നല്ല പെർഫോമൻസും വിഷ്വല് നല്ല രസമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഗിരീഷേട്ടന് നല്ല വർക്കാണ്, ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും കാണണം, കണ്ടിട്ട് വേണമല്ലോ അഭിപ്രായം പറയാം. എനിക്ക് ഭയങ്കര വർക്കായി. അടിപൊളിയാണ് ഇവിടെ, നൈസ്, കൊള്ളാം. നല്ല ഫൈറ്റ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. BGM ഒക്കെ അടിപൊളിയാണ്. രജനീകാന്ത് എല്ലാവരും കൊള്ളാം, നല്ലൊരു പടം, കണ്ടിരിക്കാം. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. BGM നൈസ് ആയിരുന്നു. പിന്നെ ഒരു ആവറേജ് കണ്ടിരിക്കാം, നല്ല അടിപൊളിയായിരുന്നു. തലവര് സ്ക്രീൻ പ്രസൻസ് പറയണ്ടല്ലോ, അടിപൊളിയാണ് ആള്. അത് പഴയ DAGing ഒക്കെ ചെയ്തുവരുന്നുണ്ട്, അതൊക്കെ കിട്ടിലായിട്ടുണ്ട്. അത്രയൊന്നും ഉണ്ടാവില്ല. ഓളം തിയേറ്ററിൽ കാണണം, തിയേറ്ററിൽ കണ്ടാലുള്ള അതിനൊരു പവറുള്ളൂ. അമീർ ഖാനൊക്കെ നൈസാണ്. ഇല്ല അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല.